കാസർഗോഡ് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ STU ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യണമെന്നും ബോർഡ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടും നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടും ബോർഡ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടും ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. STU ദേശീയ വൈസ് പ്രസിഡന്റ് A. അബ്ദുൾ റഹ്മാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആവശ്യത്തിന് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് അവിടെ ഒരു ബാർബർ ഷാപ്പ് തുടങ്ങുന്നതായിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് തൊഴിലാളികൾ എത്തിച്ചേരുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് വെറുതെ നൽകുന്ന ആനുകൂല്യങ്ങളോ വെറുതെ ചോദിക്കുന്ന അവകാശങ്ങളോ അല്ല. തൊഴിലാളികൾ യഥാസമയം മാസം അവരുടെ ശമ്പളം ക്ഷേമനിധിയിൽ നിക്ഷേപിച്ച് അവർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യാടിസ്ഥാനത്തിൽ 27% ക്ഷേമനിധിയിൽ അടച്ച് ആ ക്ഷേമനിധിയിൽ ശേഖരിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപ സർക്കാർ വകവാറി ചെലവഴിക്കുമ്പോൾ മൗനം പാലിക്കുന്ന ക്ഷേമനിധി ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പാവപ്പെട്ട തൊഴിലാളി അവൻ്റെ ശാരീരിക വിഷമങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, ചികിത്സാ സഹായത്തിന് വേണ്ടി അപേക്ഷ നൽകുമ്പോൾ ആ അപേക്ഷകളൊക്കെ ഒരു മൂലയിൽ കെട്ടിത്തൂക്കി തൊഴിലാളികൾക്ക് ആരോഗ്യ സംരക്ഷണത്തിനുള്ള അപേക്ഷകൾ പോലും നിഷേധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷേമനിധി ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ഷേമനിധി ഓഫീസിൽ ഇരച്ചു കയറി ഈ ഓഫീസിൻ്റെ പ്രവർത്തനം സമീപിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ STU തൊഴിലാളികൾ ആത്മസംയമനം പാലിച്ചുകൊണ്ട് അവിടെ അവകാശങ്ങൾക്ക് വേണ്ടി ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അധികാരികളുടെ മുന്നിൽ അവിടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ എന്ന രീതിയിലാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തൊഴിലാളികളുടെ ആനുകൂല്യ അപേക്ഷകൾ മാസങ്ങളായി തീർപ്പാക്കാതെ തൊഴിലാളികളെ വട്ടം കറക്കുന്ന ക്ഷേമ ബോർഡ് വിരമിക്കുന്ന തൊഴിലാളികളുടെ പെൻഷൻ അപേക്ഷയും പരിഗണിക്കുന്നില്ലെന്നും ചുമട്ടുതൊഴിലാളികളുടെ വേതനത്തിൽ നിന്നുള്ള വിഹിതം കൊണ്ട് പ്രവർത്തിക്കുന്ന ക്ഷേമ ബോർഡിലെ ഉദ്യോഗസ്ഥ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നെ നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. STU സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ്, വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, ജില്ലാ പ്രസിഡന്റ് A. അഹമ്മദ് ഹാജി, ജനറൽ സെക്രട്ടറി മുത്തലീബ് പാറക്കട്ട, സെക്രട്ടറിമാരായ ഷുക്കൂർ ചെർക്കളം, സുബൈർ മാര എന്നിവർ സംസാരിച്ചു. ഫെഡറേഷൻ നേതാക്കളായ യൂനുസ് വടകര മുക്ക്, സഹീദ് SA, KT അബ്ദുൾ റഹ്മാൻ, അബ്ബാസ് TA, പ്രശാന്ത് നീലേശ്വരം, ബദറുദ്ദീൻ അതിഞ്ഞാൽ, ശിവരാമൻ ഉപ്പള എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.